നാട്ടിലേക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്ക് എയർ സുവിധേന്റെ ഡിക്ലറേഷൻ ഫോം നിർബന്ധമാക്കിയിരിക്കുന്ന അറിയാലോ. അപ്പൊ നമുക്ക് എയർ സുവിധേന്റെ ഡിക്ലറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് ഇപ്പൊ നോക്കാം. ആദ്യം നമ്മൾ എയർ സുവിധേന്റെ സൈറ്റിൽ കയറുക. എയർ സുവിധ civilization.gov.in ആണ് നമ്മുടെ സൈറ്റ് നെയിം. അതിൽ കയറുക. അപ്പോൾ ഇതാണ് ഫോം വന്നിരിക്കുന്നത്. ഫോമിൽ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഫുൾ നെയിമാണ്. പാസ്പോർട്ടിലുള്ള പോലെ തന്നെ സെയിം ഫുൾ നെയിം നമ്മളിവിടെ ഫില്ല് ചെയ്യണം. പേര്, പിന്നെ നമ്മുടെ ജെൻഡർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് 21 ഡേയ്സിനുള്ളിൽ ഈ എബോള എഫക്റ്റഡ് കൺട്രീസ് ആയിട്ടുള്ള കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ ഇതേതെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് ടിക്ക് ചെയ്യാം. വിസിറ്റ് ചെയ്തിട്ടില്ലാത്തവർ നൺ ഓഫ് ദ എബോ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ നാഷണാലിറ്റിയാണ് കൊടുക്കേണ്ടത്. നാഷണാലിറ്റി കൊടുത്തതിന് ശേഷം പാസ്പോർട്ട് നമ്പർ ഫില്ല് ചെയ്യുക. പാസ്പോർട്ട് നമ്പറിന് ശേഷം നമ്മൾ ഏജ് ചോദിച്ചിട്ടുണ്ട്, ഏജ് കൊടുക്കുക. ഇന്ന് നമ്മൾ നാട്ടിൽ അറൈവൽ ചെയ്യുന്ന ടൈമാണ് കൊടുക്കേണ്ടത്. ഏത് ഡേറ്റിലാണ് നമ്മൾ അറൈവൽ ചെയ്യുന്ന ടൈമും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്ലൈറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഫ്ലൈറ്റ് നമ്പർ ഫില്ല് ചെയ്യുക. സീറ്റ് നമ്പർ ഉണ്ടെങ്കിൽ സീറ്റ് നമ്പർ ഫില്ല് ചെയ്യുക. സീറ്റ് നമ്പർ നമുക്ക് ഓപ്ഷണലാണ്. സീറ്റ് നമ്പർ ഉള്ളവർക്ക് കൊടുക്കാം, ഇല്ല സീറ്റ് നമ്പർ ചൂസ് ചെയ്യാത്തവർക്ക് അവിടെ കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്താൽ അതിലൊരു ഫ്ലൈറ്റ് നമ്പർ ഉണ്ടാവും. ഇതുപോലെ ഫ്ലൈറ്റ് നമ്പർ, നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്താൽ ഇതുപോലൊരു ഫ്ലൈറ്റ് നമ്പർ ഉണ്ടാവും. ആ ഫ്ലൈറ്റ് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്, നമ്മളിനി ഇന്ത്യയിൽ ചെന്നതിന് ശേഷം ഏതൊക്കെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ നാട്ടിൽ പോകുന്നവർ കേരളത്തിൽ മാത്രമാണ് പോകുന്നത്, കേരളത്തിൽ ഏത് ജില്ലയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ജില്ലയിൽ ഇനി പോകുന്നുണ്ടെന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റേറ്റാണ് കൊടുക്കേണ്ടത്, കേരള ചൂസ് ചെയ്യുക. ഇപ്പോൾ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ കേരള. പിന്നെ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലും വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലാണ് ഫസ്റ്റ് എൻട്രി എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കൺട്രി ഓഫ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ബോർഡിങ്, അതായത് ഫസ്റ്റ് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് വന്നത്, ബോർഡിങ് ചെയ്തത് ഏത് രാജ്യത്തു നിന്നാണ്, അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ് ബോർഡിങ് ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കുക. അത് ഏത് ദിവസമാണ് ബോർഡിങ് ചെയ്തതെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോർഡിങ് ചെയ്ത കൺട്രി ഏതാണ്, അവിടുന്ന് ഏത് ദിവസമാണ് പുറപ്പെട്ടത്, അതാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ട്രാൻസിറ്റ് ഒക്കെ ചെയ്ത കൺട്രികൾ, അതായത് നമ്മളിപ്പോൾ ഒരു കണക്ഷൻ ഫ്ലൈറ്റിന് വന്ന് പല പല കൺട്രികളിലൂടെയാണ് ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നതെങ്കിൽ ആ കൺട്രികൾ ഏതൊക്കെ കൺട്രികളിൽ പാസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഒരു കൺട്രിയിലും വിസിറ്റ് ചെയ്യാതെ നേരെ നാട്ടിലേക്ക് ചെന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ നോൺ ട്രാൻസിറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്ന് കൊടുത്താൽ മതി. വേറെ കൺട്രിയിലൊന്നും പോയിട്ടില്ലാത്ത ഒരാൾക്ക് അതാണ് ഓപ്ഷൻ. എക്സാമ്പിളായിട്ട് കണക്ഷൻ ഫ്ലൈറ്റിന് വരുന്ന ഒരാൾ വേറൊരു കൺട്രിയിൽ പാസ് ചെയ്തു, അപ്പോൾ അയാൾ ഇവിടെ ആ കൺട്രീൻ്റെ പേര് കൊടുക്കുക, ആ കൺട്രിയിൽ ചെന്നിറങ്ങിയ ദിവസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏതെങ്കിലും കൺട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യുക. ആ കൺട്രിയിൽ ഏത് ഡേറ്റിനാണ് ചെന്നതെന്ന് കൊടുക്കുക. അങ്ങനെ അയാളുടെ ഒരു ഫുൾ ഐറ്റിനറി ഉണ്ടായിരിക്കും, ട്രാവൽ ചെയ്ത ഫുള്ള് ഡീറ്റെയിൽസിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ കൺട്രീസ് പാസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ട്രാവലിംഗ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഓർ കോ പാസഞ്ചേഴ്സ്, നമ്മൾ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ കൂടെ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്ന നമ്മുടെ സെയിം കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി ഇല്ല എങ്കിൽ ഓഫാക്കിയിടുക, കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. വീട്ടിലെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, നാട്ടിലത്തെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സിന് ശേഷം നമ്മൾ മെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇന്ത്യൻ നമ്പർ പ്രിഫേർഡ് എന്നാണ്. ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് സിമ്മാണ് യൂസ് ചെയ്യുന്നത്, ഏത് കൺട്രീൻ്റെ ആണോ ആ നമ്പർ കൊടുക്കുക. OTP നമ്മുടെ മെയിലിലേക്കാണ് വരുന്നത്. മെയിലിൽ നിന്ന് OTP കൊടുക്കാം. അതിനുശേഷം ഒരു നമ്പർ കൂടെ കൊടുക്കണം, ആൾട്ടർനേറ്റ് നമ്പർ കൂടെ കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട്, അതും കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ ആൻഡ് റിവ്യൂ കൺസെൻ്റ് ആണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഫോം കാണാൻ പറ്റും. ആ ഫോം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം കറക്റ്റ് ആണെന്നുള്ള കൺസേൺ കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഡിക്ലറേഷൻ ഫോം സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഫോം കിട്ടുന്നുണ്ട്. ഇതാണ് എയർ സുവിധേൻ്റെ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമാണ്.
ഈ ഫോമാണ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ, നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഫോം കയ്യിൽ സൂക്ഷിക്കുക. ഫോം ഫില്ല് ചെയ്യാൻ ഡൗട്ടുള്ളവർക്ക് ഈ വീഡിയോയിൽ നോക്കിയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോസസ്സാണ്, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന പ്രോസസ്സാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഈ ഫോം ഫില്ല് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാൻ മറക്കരുത്. നാട്ടിലേക്ക് പോകുന്നവരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം, ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്.